ഹായ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ. നമുക്കിന്നൊരു ഒരു ഡെക്കറേറ്റീവ് സ്റ്റാൻഡ് ഉണ്ടാക്കാം. എങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 2 കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. നീളത്തിൽ കട്ട് ചെയ്ത കാർഡ്ബോർഡ് പീസാണ്. 20 to 10 സെൻറ്റിമീറ്റർ, ഒരെണ്ണം 20 സെൻറ്റിമീറ്റർ, ഒന്ന് 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇതേപോലെ ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ വെച്ച് പശ വെച്ച് ഒട്ടിച്ച് ചേർക്കുക. ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ച് ചേർക്കുക. ഞാൻ ഒട്ടിച്ച ശേഷം ഒരു കറുത്ത പേപ്പർ യൂസ് ചെയ്ത് അത് കവർ ചെയ്യുക. ആ ഒരു ഷേപ്പിനെ കവർ ചെയ്ത് വെട്ടി ഒട്ടിക്കുക. കറക്റ്റായിട്ട് ആ ഒരു കാർഡ്ബോർഡിനെ കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. ഇപ്പം ഞാൻ ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഷേപ്പ് കിട്ടും. ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ നമ്മുടെ ഫ്ലവർ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കറുത്ത നൂല്, ഒരു ചരട്, കട്ടിയുള്ള ഒരു ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വള്ളി, ഒരു കാട്ടുവള്ളി എന്നൊക്കെ പറയില്ല, അതേപോലുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിലേക്ക് ഒരു ഗ്രീൻ കളർ പേപ്പർ നമ്മളെടുത്ത് പേപ്പറിൽ പശ വെച്ചിട്ട് ഈ ഒരു കറുത്ത ചരടിനെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് താഴത്തേക്കായിട്ട് റോൾ ചെയ്ത് എടുക്കണം. നമ്മുടെ ഗ്രീൻ പേപ്പർ കറുത്ത ആ ഒരു ബ്ലാക്ക് പോർഷൻ കാണാത്ത രീതിയിൽ ഇതേപോലെ അങ്ങനെ ചുരുട്ടിയെടുക്കുക. കംപ്ലീറ്റ് ആയിട്ടും ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വള്ളി ആ ഒരു കറക്റ്റ് ഇതിൽ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വള്ളി മാത്രം പോരല്ലോ, നമുക്ക് കാട്ടുവള്ളി ആകുമ്പോൾ അതിൽ ഇല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇല ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് നമുക്കതിന് അറ്റത്തായിട്ട് ഒരു ഹേർട്ട് ഷേപ്പിലുള്ളൊരു ഡിസൈൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഡിസൈൻ നമ്മൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്തു. അതിനെ ഒരു റെഡ് കളർ പേപ്പർ വെച്ച് കവർ ചെയ്യുകയാണ്. പേപ്പറിന് കവർ ചെയ്തെടുക്കുകയാണ്. ദെൻ വള്ളിയിലേക്ക് വേണ്ട ഇല ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ്, ഒരു 2x3 ആ ഒരു ഷേപ്പിൽ, ആ ഒരു മെഷർമെൻറ്റിലുള്ള ഇല പേപ്പർ എടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് നല്ല രീതിയിൽ അതിനെ ഒരു ഇലയുടെ ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരുപാട് ലീഫും ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഇലയിൽ റെഡിയാക്കിയതിന് ശേഷം ആ ഒരു കയറിൽ പശ വെച്ച് ഒട്ടിക്കാൻ, നമ്മുടെ വള്ളി ക്രിയേറ്റ് ചെയ്ത വള്ളിയിൽ ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ച് ചേർക്കുക. നമ്മൾ എത്രത്തോളം ലീഫ് ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മൊത്തം ഇതേപോലെ ഒട്ടിച്ച് ചേർക്കുക. കംപ്ലീറ്റ് ആയിട്ട് ആ ഷേപ്പിൽ ഒട്ടിക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിൽ ലീഫ്സ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് ആ സ്റ്റാൻഡിലേക്ക് ചുറ്റി വയ്ക്കുക. ഇതേപോലെ നല്ല ഡിസൈനിൽ അതിൽ ചുറ്റിച്ചേർക്കുക. ചുറ്റി നന്നായിട്ട് അതിന് കറക്റ്റായിട്ട് അതിലേക്ക് ആ ഒരു സ്റ്റാൻഡ് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിന് ചുറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു തലപ്പിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പോർഷൻ കണ്ട് ആ ഭാഗത്തോടെ നമ്മൾ ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു സംഭവം ഒട്ടിച്ച് ചേർക്കാൻ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ പശ വെച്ച് റെഡിയാക്കി വെച്ച ആ ഒരു ഹേർട്ട് ഷേപ്പ് അതിൻ്റെ ആ തലപ്പിലായിട്ട് പശ വെച്ച് ഒട്ടിച്ച് ചേർക്കുക. ഇതേപോലെ ഒട്ടിച്ച് ചേർക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തൊരു മോഡലാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.